നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ചില പണക്കൊതിയന്മാരുണ്ട്. ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്തിനോട് ഒരു കൂറുമില്ലാതെ പണം പെടുങ്ങളും എവിടെയും അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഇപ്പൊ അടുത്തൊരു ദിവസം എനിക്കൊരാൾ കൊണ്ടെത്തന്ന് കുറെ ഔലിയാക്കളെ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സാധനം. ഇതിൽ നമുക്ക് പരിചയമുള്ള ചില ആള് ഫോട്ടോ ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ആർക്കും എന്ത് ഫോട്ടോവും ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ ഈ ജാഹിലിങ്ങളോട് ആരാ പറഞ്ഞത്? കുറെ ആളുകളെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കണമെന്നും എന്റെ ജാഹിലിങ്ങളിൽ ഔലിയാക്കളെ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയി വെക്കല്ലേ, വലിയ ബർക്കത്താണെന്ന് വിചാരിച്ചിട്ട്. ഫോട്ടത്തിനെ ബഹുമാനിക്കുന്നത് കടുത്ത ഹറാമല്ലേ? ഏത് വലിയന്റെ ഫോട്ടോമാണെങ്കിലും ശരി, ഫോട്ടോ വെക്കുന്നത്, അതിനെ ബഹുമാനിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഈ അടുത്തെന്റെ കയ്യിൽ ഒരാൾ കൊണ്ടെത്തുന്നതാണിത്. ഇങ്ങനത്തെ പണത്തിന്റെ തട്ടിപ്പുകളിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ പെട്ടുപോകരുത്. നമ്മൾ ദീന് തുറന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കാലത്തോളം ജീവിച്ചു മരിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടോട്ടിയിട്ട്. ഞാൻ എന്റെ ഉമ്മാമാരോട് പറയും, കൊണ്ടോട്ടിയിട്ട് ഒരു നേർച്ച നടക്കാൻ, എന്നിട്ട് ഊര കൊണ്ടുവന്ന നേർച്ച. ആര് പറഞ്ഞു ഇങ്ങനെ ഒരു നേർച്ച നടത്താൻ? നേർച്ചയുണ്ട് ഇസ്ലാമില്, ഉറൂസുണ്ട് ഇസ്ലാമില്, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ന് പറയുന്നത് എന്ത് നേർച്ചയാണത്? കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച? നമ്മുടെ ആലിമീങ്ങൾ മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ? ഞാൻ എന്റെ നാദാവൃത്ത പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 951 കാലത്ത് ഞാൻ ജനിക്കുന്നതിന് 8-9 കൊല്ലം മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം, വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ തീരുമാനം, ഞാനത് CD-യിൽ കാണിച്ചിട്ടുണ്ടല്ലോ നാദാവൃത്ത പ്രസംഗത്തിൽ. ബഹുമാനപ്പെട്ട MA ഉസ്താദ് അന്നത്തെ കാലത്ത് തന്നെ വലിയ നേതാവാണ്. ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിങ്ങൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും ചെയ്തു വരുന്നത് കാണുമ്പോൾ, യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ലജ്ജാവവും വ്യസനകരവുമാണ്. ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോയെന്നോർത്തുകൊണ്ട് വ്യസനിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? അത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും മേലിൽ ശറഇൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും അവര് വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. എന്ന് 1951 കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വടകരയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ മെമ്പറാകുന്നത്. ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ MA ഉസ്താദ് അന്നിറക്കിയ അൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൻ, എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാദാവരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി. ഞാൻ ചോദിച്ചു, ഇതെന്ത് തോന്നിവാസമാണ്? ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവസംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ? ഏതോ ജാഹിലീങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ? ഏതോ ജാഹിലീങ്ങൾ വ്യഭിചരിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ? ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് നിങ്ങൾക്ക് നാദാവൃത്ത CD-യിൽ കേൾക്കാം. ഞാൻ പറയുന്ന മഖ്ബറകളിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട്. ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. ഇനിയും ആ എതിർപ്പ് തുടരേണ്ടതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റ്യാടിയിൽ വരുന്ന 24-ാം തീയതി മുതൽക്ക് ഫെബ്രുവരി 2 വരെ 10 ദിവസം 10 വിഷയങ്ങളെ സംബന്ധിച്ച് ഖണ്ഡന പ്രസംഗം നടത്തുന്നുണ്ട്. ആ 10 വിഷയങ്ങളുടെയും CD ഇറങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ കേട്ടുനോക്കണം. കാരണം അള്ളാഹുവിന്റെ ദീനിവിടെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ മൗലവിമാര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകൾ മുതഅല്ലിമീങ്ങൾ പഠിക്കണം, മുഅ്മിനീങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ SSF-കാരനായിരുന്ന കാലത്ത് പുത്തമ്പള്ളി ജാറത്തിൽ സിയാറത്തിന് പോയി. ചെന്നപ്പോ ഞാൻ കണ്ടെന്നറിയോ, ഒരു പെണ്ണ് ജാറത്തിൽ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൊയ്യാരി എന്ന് പേരുള്ള ഒരു ചങ്ങാതി ഇവളെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ പെണ്ണ് തലയിലിട്ട് തട്ടം കൈകൊണ്ടങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ തലയിലിങ്ങനെ തടുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ കണ്ടുപോയതാ, അല്ലാതെ നോക്കാൻ പാടില്ലല്ലോ. ഞാൻ സിയാറത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ തലമറക്കാതിരിക്കാൻ പാടുണ്ടോ?
സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഞാൻ സെക്രട്ടറിയെ കണ്ടിട്ട് ഇതൊന്നും പറ്റൂല എന്ന് പറയണോ വെച്ചിട്ട് ഞാൻ എന്റെ ആവേശത്തിൽ SSFന്റെ പ്രവർത്തകനാണ്, ഞാൻ എന്റെ ആവേശത്തിൽ സെക്രട്ടറിന്റെ ഓഫീസിൽ പോയി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനേ. ചെന്നപ്പോ അയാളില്ല. ഞാനൊരു കത്ത് എഴുതി വെച്ചു. ഞാനിങ്ങ് പോന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ അന്ന് ദർഗന്റെ സെക്രട്ടറി മുജാഹിദാണ്. ഇവര് പറയും ദർഗയിലെ പൈസ ഇട്ടാനാണ്. ദർഗ കവർച്ച ചെയ്തിട്ട് പണം തട്ടിയവരാണ് മുജാഹിദ്. സംശയമുണ്ടോ? നിങ്ങൾ അൽ ഇത്തിഹാദ് നോക്കൂ, ഇതാ എന്റെ കയ്യിലുണ്ട്. ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് ഖുർആൻ വിരുദ്ധ മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഞാൻ ഇതെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് CD എടുക്കുമ്പോൾ വാങ്ങിക്കേട്ടോളൂ. നിങ്ങൾ മദീനയിലെ മഖാം കവർച്ച ചെയ്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആളുകൾ പണം കട്ടുകൂതു. നിങ്ങൾ പുറത്തിറക്കുന്ന അൽ ഇത്തിഹാദിൽ മുസ്ലിം ലീഗിന്റെയും മുജാഹിദിന്റെയും നേതാവായ KC അബൂബക്കർ മൗലവി എഴുതിയ ലേഖനമാണ്, ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. സഹോദരന്മാരെ, ഇനി അക്കാണുന്നോ CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹം അവതാരിക എഴുതിയ പുസ്തകം എഴുതിയതാരി മുജാഹിദിന്റെ നേതാവ് ഈ മൊയ്ത് മൗലവി. അയാൾ പറയുന്നു കഅബത്തിലുള്ള രത്നങ്ങളും അതുപോലെ മദീനത്തെ മഖാമിൽ ജാറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദയിലുള്ള സാധനങ്ങളും ഞങ്ങൾ കവർച്ച ചെയ്തതാണ് എന്ന് നിങ്ങളുടെ നേതാവ് ഈ മൊയ്ത് മൗലവി ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അവതാരികയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കള്ളം പറയുന്നതല്ല, ഞാൻ അതിന്റെ പ്രസംഗങ്ങളിൽ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ മൗലവിമാര് പറയട്ടെ. ഇല്ല, മഖബറയിൽ കവർച്ച നടത്തിയിട്ടാണ് നിങ്ങൾ പണം കയ്യിലാക്കല്. മഖബറയിൽ കവർച്ച നടത്തിയിട്ട് പുത്തമ്പള്ളി ജാറത്തിന്റെ സെക്രട്ടറി ഞാൻ അന്വേഷിക്കും മുജാഹിദ്. പിന്നെ എങ്ങനെ ഈ മഖബറകൾ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, അന്ന് ഞാൻ പിന്നെ SSFന്റെ SYSന്റെ ഒരു സമ്മേളനം ഇവിടെ പുത്തമ്പള്ളിയിൽ ഒരു ക്യാമ്പ്, ആ ക്യാമ്പിൽ ഞാൻ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനുണ്ട്. കൊല്ലം കുറേയായി. ഞാനത് പൊതുയോഗത്തിൽ പരസ്യമായി പറഞ്ഞു പുത്തമ്പള്ളി ജാറത്തിൽ നിന്ന്. ഇതാ മാധ്യമം പത്രത്തിൽ റിപ്പോർട്ട് 19/7/91 ജൂലൈ. മാധ്യമം, ജാറം കാണുന്ന പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കണം. പെരുമ്പടപ്പ് ജാറങ്ങളിലും മഖ്ബറുകളിലും മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ സന്ദർശനം നടത്തുന്നത് ബന്ധപ്പെട്ട മതസ്ഥാപന ഭാരവാഹികൾ നിരോധിക്കണമെന്ന് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി ആവശ്യപ്പെട്ടു. ജാറങ്ങളിൽ വരുന്ന അന്യസ്ത്രീകളുടെ കയ്യിൽ പുരുഷന്മാർ വെളിച്ചെണ്ണ പകർന്നു കൊടുക്കുന്നതും തലമുടിയിൽ പുരട്ടുന്നതും അനിസ്ലാമികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പെരുമ്പടപ്പ് മുത്തമ്പള്ളി ജാറത്തിനു സമീപം 3 ദിവസം നീണ്ടുനിന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന നേതൃക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിൽ പ്രസംഗിക്കായിരുന്നു അദ്ദേഹം. ഇപ്പൊ 19/7/1991 ഞാൻ പ്രസംഗിച്ച അന്നത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മളെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി മുജാഹിദുകൾ പരിശ്രമിക്കും. നമ്മൾക്കതിന് ഉത്തരവാദിത്വമില്ല. ഈ കുണ്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളോട്, തഖ്വയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് ഞാൻ പറയുന്നു, കുണ്ടോട്ടി നേർച്ച നടക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിലിരുന്നോളണം. അല്ലെങ്കിൽ തന്നെയും വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ വഅഖിംന സ്വലാഹ്. വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ, ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ, വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ. സ്ത്രീകളോട് കൽപ്പന അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ നേർച്ചപ്പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഇറങ്ങല്ല കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല. SSFകാര് സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മഖ്ബറയിൽ നടക്കുന്ന കടുത്ത അനാചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, മുത്തവല്ലി എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തീരുമാനമെടുത്തു, അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്തരം അനാചാരം നടത്തുന്നില്ല. മഖ്ബറയിൽ വാല് പറയും, മഖ്ബറയിൽ ഖുർആൻ ഓതും, മഖ്ബറയിൽ ദിക്ർ ചൊല്ലും, മഖ്ബറയിൽ അന്നദാനം നടത്തും, സൽക്കർമ്മങ്ങളെ നടത്തൂ എന്ന് മുത്തവല്ലി തീരുമാനിച്ചു. ആ മുത്തവല്ലിയുടെ കെയർ ഓഫിൽ പിറ്റത്തെ കൊല്ലം കൃത്യമായി ശരിയായ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ എന്നെയും ക്ഷണിച്ചു. ഞാനവിടെ പ്രസംഗത്തിന് പോയി. സഹോദരന്മാരെ, പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്നൊരു കൂട്ടർ മുട്ടിപ്പാടി പോകുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്ത് ചെയ്ത് നിർത്തി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കുമ്പോ ആ ദർഗയുമായി ഔദ്യോഗിക ബന്ധമുള്ളവരല്ല, അവിടുത്തെ മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അമ്മുട്ട് ഇവിടെ നിർത്തിയാ പറ്റൂല എന്ന് പറഞ്ഞ് അവര് സംഘടിപ്പിച്ചതാണിത്. എന്തിന്? നമ്മൾ പ്രസംഗിച്ചിട്ട് അമ്മുട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദാണ് കേട്ടോ, ജമാഅത്ത് ഇസ്ലാമിയാണ് കേട്ടോ. കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ, ഇതല്ലേ സുന്നി നിരോധിക്കാൻ. അതിനവർക്കത് ഇവിടെ നടന്നേ പറ്റൂ.
അനുഭവമാ പറയുന്നത്, തിരൂരിലാ നടന്നത്, മലപ്പുറം ജില്ലയിലാ പ്രസംഗിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, പടച്ചവന്റെ കോടതിയിലും ഞങ്ങൾ ഉത്തരവാദികളല്ല, നിഷ്പക്ഷമതികളെ കോടതിയിലും ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇത്തരം പൂരങ്ങൾ നിർത്തണം കേട്ടോ. നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുത്തങ്ങ് മാറി നിൽക്കണം കേട്ടോ.